നിങ്ങളൊരു സാംസങ് ഗാലക്സി യൂസറാണോ? എന്നാൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളല്ല, കമ്പനി പോലും ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഏകദേശം 10 മാസത്തോളം സാംസങ് ഗാലക്സി ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഫോട്ടോകളും മെസ്സേജുകളും കോൺടാക്റ്റും അടക്കം നിങ്ങളുടെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും ഹാക്കേഴ്സിന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അതും ഒരു ലിങ്കിലോ മറ്റോ ക്ലിക്ക് ചെയ്യേണ്ടതില്ല. ഒരു വാട്സാപ്പ് ഫോട്ടോ വഴിയാണ് നിങ്ങളുടെ ഫോൺ ചോർത്തിയിരിക്കുന്നത്. പാലോ ആൾട്ടോ നെറ്റ്വർക്കിന്റെ യൂണിറ്റ് 42 സുരക്ഷാ ഗവേഷകരാണ് ഈ ഭീകരമായ ഹാക്കിംഗ് ക്യാമ്പയിൻ കണ്ടെത്തിയത്. വിശദമായി നോക്കാം. സ്വാഗതം എൻഡെപ്തിലേക്ക്. ജൂലൈയിൽ ആരംഭിച്ച ഹാക്കിംഗ് ക്യാമ്പയിൻ 2025 ഏപ്രിൽ വരെ നീണ്ടുനിന്നതായാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 10 മാസക്കാലം ഇത് തുടർന്നിട്ടും സാംസങ് ഇക്കാര്യം അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. സാംസങ്ങിന്റെ സോഫ്റ്റ്വെയറിലെ ഒരു ദൗർബല്യം മുതലെടുത്താണ് സംഭവം നടന്നിരിക്കുന്നത്. സാംസങ്ങിന് പോലും അറിയാതിരുന്ന ഒരു രഹസ്യ ദുർബലത ഹാക്കർമാർ കണ്ടെത്തിയിരുന്നു. സാംസങ്ങിന്റെ ഇമേജ് പ്രോസസ്സിംഗ് ലൈബ്രറിയിലാണ് ഈ വൾനറബിലിറ്റി ഉള്ളത്. ഡിജിറ്റൽ നെഗറ്റീവ് അഥവാ DNG ഫോർമാറ്റിലുള്ള ഫോട്ടോകൾ പരിശോധിക്കുമ്പോഴാണ് ഈ പ്രശ്നം സംഭവിക്കുന്നത്. പാലോ ആൾട്ടോ നെറ്റ്വർക്സിന്റെ യൂണിറ്റ് 42 ലാൻഡ്ഫോൾ എന്ന് വിളിക്കപ്പെടുന്ന സങ്കീർണമായ ആൻഡ്രോയിഡ് സ്പൈവെയർ പ്രവർത്തനം വെളിപ്പെടുത്തിയതോടെ ടെക് ലോകം ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ്. സാധാരണ ഫോട്ടോകളായി മാറ്റപ്പെട്ട ചിത്രങ്ങളിൽ ലാൻഡ്ഫോൾ എന്ന വാണിജ്യ ഗ്രേഡ് സ്പൈവെയർ ഉൾപ്പെടുത്തി വാട്സാപ്പ് മെസ്സേജിംഗ് ആപ്പുകൾ വഴി അയച്ചാണ് ഈ ഹാക്കിംഗ്. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു സീറോ ക്ലിക്ക് അറ്റാക്ക് ആണ്. നിങ്ങളൊരു ലിങ്കിൽ പോലും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായി ഹാക്കിംഗ് നടക്കും. വാട്സാപ്പ് വഴിയോ മറ്റോ പ്രത്യേകമായി മാറ്റം വരുത്തിയ ഒരു DNG ഇമേജ് അയക്കും. നമ്മൾ സാധാരണ കാണുന്ന JPEG ഫോട്ടോ പോലെയാണ് ഇത് തോന്നുക. ഈ ഇമേജ് തുറക്കണമെന്ന് തന്നെയില്ല. ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസസ് ചെയ്യുമ്പോൾ തന്നെ ഇമേജിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന സിപ്പ് ഫയലുകൾ എക്സ്ട്രാക്ട് ചെയ്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. പോളിസി മാനിപ്പുലേറ്ററും ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. തൽക്ഷണം ഹാക്കേഴ്സിന് ഫോണിന്റെ ആക്സസ് ലഭ്യമാകും. ലാൻഡ്ഫോൾ സ്പൈവെയർ നിങ്ങളുടെ ഫോണിന്റെ എല്ലാ വിവരങ്ങളും കൈക്കലാക്കും. DCIM ഫോൾഡറിലുള്ള മീഡിയ ഫയലുകളെല്ലാം SMS, വാട്സാപ്പ് ചാറ്റുകൾ, കോൾ ലോഗുകൾ, കോൺടാക്റ്റുകൾ എന്നിവയടക്കം PS ട്രാക്കിംഗ്, മൈക്രോഫോൺ റെക്കോർഡിംഗ് എന്നിവയും ബ്രൗസിംഗ് ഹിസ്റ്ററി, ഇൻസ്റ്റാൾഡ് ആപ്പുകളുടെ ലിസ്റ്റ്, IMEI, IMSI പോലുള്ള ഹാർഡ്വെയർ ഐഡികൾ എന്നിവയടക്കമുള്ള ഡേറ്റകളും ഹാക്കേഴ്സിന്റെ കയ്യിലെത്തും. ഈ ഡേറ്റകൾ ഹാക്കേഴ്സ് C2 സെർവറിലേക്ക് അപ്ലോഡ് ചെയ്ത് പങ്കുവയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ചില അപ്ലോഡ് ചെയ്ത സാമ്പിളുകൾ മൊറോക്കോ, ഇറാൻ, ഇറാഖ്, തുർക്കിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് വന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തുർക്കിയുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസിയായ USOM ഈ സ്പൈവെയറിന്റെ IP അഡ്രസ്സുകളെ മലീഷ്യസ് ആയി ഫ്ലാഗ് ചെയ്തിട്ടുമുണ്ട്. ഗാലക്സി S22, 23, 24 സീരീസുകളും സിഫോൾഡ് 4, സി ഫ്ലിപ്പ് 4 പോലുള്ള ഫോൾഡബിളുകളും ആണ് സ്പൈവെയർ ലക്ഷ്യം വെച്ചത് എന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത്. ആൻഡ്രോയിഡ് 13 മുതൽ 15 വരെ വേർഷനുകളാണ് റിസ്കിലുള്ളത്. മിഡിൽ ഈസ്റ്റിലെ ജേർണലിസ്റ്റുകൾ, ആക്ടിവിസ്റ്റുകൾ എന്നിവരെ ലക്ഷ്യം വെച്ചാണ് അറ്റാക്ക് നടന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത്രയും കാലം സാംസങ് ഈ വിവരം അറിഞ്ഞില്ല എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. 2024 ജൂലൈയിലാണ് ഗവേഷകർ ആദ്യം ലാൻഡ്ഫോൾ പ്രവർത്തനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയത്. 2024 സെപ്റ്റംബറിൽ സാംസങ്ങിനെ ഈ അപകട സാധ്യതയെക്കുറിച്ച് സ്വകാര്യമായി അറിയിച്ചിട്ടും പരിഹാരമുണ്ടായില്ല. പിന്നീട് ഈ വർഷം സെപ്റ്റംബറിൽ ഗാലക്സി സ്മാർട്ട് ഫോണുകൾക്ക് നേരെ ഹാക്കിംഗ് ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കമ്പനി പുറത്തിറക്കി. സെപ്റ്റംബറിലെ സുരക്ഷാ അപ്ഡേറ്റ് പരിഷ്കരിക്കുകയും ചെയ്തു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സാംസങ്ങും വാട്സാപ്പും പാച്ചുകൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇനി സാംസങ് ഉപയോക്താവാണെങ്കിലും അല്ലെങ്കിലും ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ഉപകരണങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ക്രമരഹിതമായ വാട്സാപ്പ് സന്ദേശങ്ങൾ തുറക്കുന്നത് ഒഴിവാക്കുക, ആൻഡ്രോയിഡിന്റെ അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ മോഡ് ഉപയോഗിക്കുക എന്നിവ പരിഗണിക്കാവുന്നതാണ്.